പ്രതികരണം വരുന്നത് നേരത്തെ വടക്കാഞ്ചേരി കോൺഗ്രസ് നഗരസഭാ കൗൺസിലർ ബുഷറ റഷീദിനെതിരെ കേസെടുത്ത കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ താനടക്കം വഞ്ചിക്കപ്പെടുകയായിരുന്നു പറയുകയാണ് ബുഷറ റഷീദ്. കുടുംബശ്രീയുടെ സ്പോക്സ് പേഴ്സണാണ് സീഡ് സൊസൈറ്റി പരിചയപ്പെടുത്തിയത്. ട്രസ്റ്റിൻ്റെ സൈറ്റിൽ പരിശോധിച്ചപ്പോൾ മുഖ്യമന്ത്രി മുതൽ പ്രധാനമന്ത്രി വരെ ചിത്രം കണ്ടതോടെ അവർക്കതിൽ വിശ്വാസമായി. താനടക്കം എന്ന് പറഞ്ഞാൽ ബുഷറ റഷീദ് അടക്കം 48 പേർ സ്കൂട്ടറിന് പണം കൊടുത്തു. ആർക്കും സ്കൂട്ടർ കിട്ടിയില്ല, എല്ലാവർക്കും പണം നഷ്ടമായി എന്ന് പറയുകയാണ് ബുഷറ റഷീദ്. അവരുടെ വാക്കുകൾ കേൾക്കാം. 2 വീലറിൻ്റെ അടച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒറ്റയടിക്ക് പ്രൊജക്റ്റ് കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയപ്പോൾ ഞാൻ ഒരു പ്രൊജക്റ്റും ഏറ്റെടുത്തിട്ടില്ല. എൻ്റെ ക്ലസ്റ്ററിൽ ഒരാൾക്കും ഞാൻ കൊടുത്തിട്ടില്ല. ആരോ എവിടുന്നോ അറിഞ്ഞിട്ട് ഒരാൾ ഹോം അപ്ലയൻസിന് വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ടായിരുന്നു. വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ ആ പ്രദേശത്ത് നിന്ന് 7 പേരാണ് സ്കൂട്ടിക്ക് പൈസ അടച്ചിട്ടുള്ളത്. പക്ഷേ സീഡിൻ്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകളായിട്ട് എണ്ണം എടുക്കുമ്പോൾ 48 പേരുടെ പൈസ അവരെ നേരിട്ടിട്ടുള്ള അക്കൗണ്ടിലേക്ക് അവരെ സർക്കുലർ പ്രകാരം വായിച്ച് മനസ്സിലാക്കിയിട്ട് അവർ പറയുന്ന ആ സർക്കുലറിലെ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുത്ത ആളുകളുണ്ട്. അതിൽ ഞാനും ഇരയാണ്. എനിക്കും ഒരു സ്കൂട്ടറിന് വേണ്ടിയിട്ട് ഞാൻ പൈസ അടച്ചിട്ടുള്ളതാണ്. ഞങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായിട്ടുള്ളത്. സൂരജ് സജി ആ വാർത്തകൾ സൂരജ്, അവർ പറയുന്നത് അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ എന്നറിയില്ല. എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ അവർ പറയുന്നത് യാഥാർത്ഥ്യം. പക്ഷേ ഇതൊരു മോഡസ് ഓപ്പറാണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ആൾക്കാരെ വിശ്വസിപ്പിച്ച് അങ്ങേയറ്റം വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്തുക എന്നുള്ളത് ഈ പറയുന്ന ഈ വരുന്ന പ്രതികരണം ഒക്കെ വ്യക്തമാകുന്നുണ്ട്. സൂരജ്, അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ കേസിൻ്റെ അടക്കം അവസ്ഥ എന്താണ്? ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇവരുടെ വാക്കുകൾ ഇപ്പോൾ അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് ഈ സ്ത്രീകളെ വളരെ തന്ത്രപരമായി ഇതിൽ കുരുക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഇവരുമായി ഈ കൗൺസിലറുമായി സംസാരിക്കുമ്പോൾ പോലും പറയുന്നത്. ഇത് വടക്കാഞ്ചേരിയിലെ നഗരസഭാ കൗൺസിലറാണ് നമ്മളിപ്പോൾ സംസാരിച്ച വ്യക്തി. അവർ പറയുന്നത് കുടുംബശ്രീയുടെ കുടുംബശ്രീയുടെ സ്പോർട്സ് പേഴ്സണാണ് ഇത്തരത്തിൽ ഒരു സീഡ് സൊസൈറ്റി രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നത്. അങ്ങനെ രൂപീകരിച്ചു കഴിഞ്ഞാൽ പകുതി വിലയ്ക്ക് സാധനങ്ങൾ കിട്ടും, അത് സ്ത്രീകൾക്കാണ് മുൻഗണന ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഈ സാഹിത്യ അക്കാദമിയോട് ചേർന്ന് ഈ ക്ലബ്ബുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഇടത്ത് പോയി നിങ്ങൾ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതിന് അപേക്ഷ നൽകൂ എന്ന് പറയുകയായിരുന്നു. അങ്ങനെയാണ് ഈ സൊസൈറ്റി രൂപീകരിക്കുന്നത്. പിന്നീട് ഈ സൊസൈറ്റി മുഖാന്തരം അനന്തകൃഷ്ണൻ പല പ്രൊജക്റ്റുകൾ ഇവർക്ക് നൽകുകയായിരുന്നു. ആ പ്രൊജക്റ്റുകൾ മുഖാന്തരം ഫോൺ ലഭിക്കുന്നു, അതോടൊപ്പം തന്നെ ലാപ്ടോപ്പ് ലഭിക്കുന്നു. ഇതോടുകൂടിയാണ് വലിയ വിശ്വാസ്യത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾക്കിടയിൽ ആർജിക്കുന്നത്. അങ്ങനെയാണ് ഈ ബുഷറ അടക്കം ഈ 48 പേർ ഈ സ്കൂട്ടർ വാങ്ങുന്നതിന് വേണ്ടി 60,000 രൂപ വീതം നൽകുന്നതെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ 35 ലക്ഷം രൂപയാണ് ഈ വടക്കാഞ്ചേരിയിൽ നഷ്ടമായത്. ഇതിന് പിന്നാലെയാണ് ഈ കൗൺസിലർ, അതായത് ഇവർക്ക് കൂടുതൽ പ്രൊജക്റ്റുകൾ ഇവർക്ക് നൽകുന്ന സമയത്ത് ഇവർക്ക് അതിലൊരു സംശയം തോന്നുന്നു. അതോടുകൂടി ഇവർ താൽക്കാലികമായി പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുന്നത് നിർത്തിവെക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ കൗൺസിലർ വ്യക്തമാക്കുന്നത്. അന്ന് കൂടുതൽ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വലിയ രീതിയിൽ വർദ്ധിച്ചേനെ എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇവരടക്കം പറയുന്നത് തങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നത് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഒരു കേസെടുത്തിരിക്കുന്നത്. സീഡ് സൊസൈറ്റിയുടെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ 7 വനിതകളാണ് ഇന്നലെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ 4 പേർ സ്കൂട്ടർ വാങ്ങുന്നതിന് വേണ്ടിയാണ് പണം നൽകിയത്. ബാക്കിയുള്ള ആളുകൾ ഗൃഹോപകരണം വാങ്ങുന്നതിന് വേണ്ടിയാണ് പണം നൽകിയത്. എന്തായാലും ഈ 7 പേരുടെ പരാതിയിൽ ഒറ്റ എഫ്ഐആറിൽ നിലവിൽ അന്തിക്കാട് പോലീസ് കേസെടുത്തിരിക്കുന്നു. കൂടുതൽ പരാതികൾ, അതായത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലടക്കം പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കേസെടുക്കുന്ന അടക്കമുള്ള നടപടികൾ പോലീസ് പരിഗണിച്ചു വരികയുമാണ്. ഹാഷ്മി. ഓക്കെ, സൂരജ് സജിയാണ് അവിടെ നിന്ന് ഈ ബുഷറ റഷീദിനടക്കം പ്രതികരണ വിവരങ്ങൾ നൽകിയത്. സജോ ദേവസ്വം കൂടി ചേരുന്നുണ്ട്. സജോ, കണ്ണൂർ ജില്ലയിൽ പരാതികളുടെ എണ്ണം മണിക്കൂർ വെച്ച് കൂടുകയെന്ന് കേൾക്കുന്നത് ഉള്ളതാണോ? ഹാഷ്മി, 1, 2 അല്ല 2500 പേരാണ് കണ്ണൂരിലെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ, അതായത് 11 പോലീസ് സ്റ്റേഷനുകളിൽ ഇതിനകം പരാതികൾ എത്തിയിട്ടുണ്ട്. 2500ഓളം ആളുകളാണ് സ്കൂട്ടറിന് പണം നൽകി, അതായത് 60,000 രൂപ. അങ്ങനെ വെക്കുമ്പോൾ ഏതാണ്ട് ഒരു 15 കോടിയോളം നഷ്ടമായി എന്ന പരാതിയാണ് വ്യാപകമായി വനിതകൾ നൽകിയിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് കണ്ണൂർ സൗത്ത് ബസാറിലാണ്. ഈ കാണുന്നത് കണ്ണൂർ സൗത്ത് ബസാറിലെ സീഡ് സൊസൈറ്റിയുടെ ഒരു ഓഫീസാണ്. ഇവിടം കേന്ദ്രീകരിച്ച് 498 പേർക്ക് പണം നഷ്ടമായി എന്നാണ് കണ്ണൂർ ടൗൺ പോലീസിൽ പരാതി ലഭിച്ചത്. ആ 498 പേരുടെ പേരിൽ ഒറ്റ എഫ്ഐആർ ആണ് ഇട്ടിരിക്കുന്നത്. അത് തന്നെ 3 കോടിയോളം വരും. അങ്ങനെ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ടൗൺ, സിറ്റി, വളപട്ടണം, ചക്കരക്കൽ, മയ്യിൽ, അങ്ങനെ വിവിധ ശ്രീകണ്ഠാപുരം, അങ്ങനെ വിവിധ സ്റ്റേഷനുകളിലായി ഇതിനകം എഫ്ഐആറുകൾ ഇട്ടിട്ടുണ്ട്. അത് തന്നെ 15 കോടി വരും. ഇവിടെ ഈ ഓഫീസ് പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പോലീസ്. ഇതാണ് ഒരു സീഡ് സൊസൈറ്റി. അങ്ങനെ കണ്ണൂർ ജില്ലയിൽ 6 സീഡ് സൊസൈറ്റികൾ വിവിധ ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ഗൃഹോപകരണങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ. പിന്നീടാണ്
60,000 രൂപ മുതൽ ഏതാണ്ട് ഈ 2,500ഓളം ആളുകൾ വിവിധ ഇടങ്ങളിൽ നൽകിയിരിക്കുന്നത്. അതിലാണ് വ്യത്യസ്ത എഫ്ഐആറുകൾ, ഇപ്പോൾ തന്നെ 7 എഫ്ഐആറുകൾ ഇട്ടിട്ടുണ്ട്, മറ്റു പരാതികൾ നിൽക്കുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ച് കണ്ണൂർ ജില്ലയുടെ കാര്യത്തിൽ വളരെ ശ്രമകരമായ ദൗത്യമായി മാറുകയാണ്. ഓരോ എഫ്ഐആറുകൾ 350, 100 മുതൽ 500 വരെ ആളുകളുടെ പരാതികളിൽ ഒറ്റ എഫ്ഐആർ ആണ് രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. കാരണം ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു വർഷം 800 എഫ്ഐആർ ആണ് രജിസ്റ്റർ ചെയ്യുക. ഒരു ദിവസം മാത്രം പല പോലീസ് സ്റ്റേഷനുകളിലും 500 പരാതിയാണ് ലഭിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരാളുടെയും മറ്റ് കൂടെയുള്ള മറ്റ് 150 അല്ലെങ്കിൽ 300 അല്ലെങ്കിൽ 500 അല്ലെങ്കിൽ 400 ആ ആളുകളുടെയൊക്കെ പരാതിയിന്മേൽ ഒറ്റ എഫ്ഐആർ എന്ന നിലയ്ക്കാണ്. അതിൽ അനന്തകൃഷ്ണൻ 1-ാം പ്രതി, ലാലി വിൻസെൻ്റ് 7-ാം പ്രതി, അങ്ങനെ ഇതിൻ്റെ ഭാഗമായ സ്പിയാഡ്സിൻ്റെയും ഈ NGO കോൺഫെഡറേഷൻ്റെയും ഒക്കെ ഭാരവാഹികൾ, അതിൻ്റെ ചുമതലയിൽ വഹിച്ചിരുന്ന ആളുകൾ, ഒപ്പം പ്രൊമോട്ടർമാർ, കോർഡിനേറ്റർമാർ, ഓരോ ബ്ലോക്കിലും പ്രൊമോട്ടർമാർ, കോർഡിനേറ്റർമാർ, ആ സീഡ് സൊസൈറ്റിക്ക് സെക്രട്ടറിമാർ, അങ്ങനെയൊക്കെ ആളുകളുണ്ട്. അവരാണ് ഇത്തരത്തിൽ ആളുകളിലേക്ക് പോയത്. ഓരോ വിതരണ പരിപാടിയും ഉദ്ഘാടനം ചെയ്തത് ജനപ്രതിനിധികളാണ്. അങ്ങനെയുള്ള ആളുകളെ കൂടി ഇതിലേക്ക് വലിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ആളുകളുടെ ഇടയിൽ വ്യാപകമായി വിശ്വാസം നേടിയെടുത്തു. പിന്നീട് 1-2 ആളുകൾക്കും വിവിധ സ്ഥലങ്ങളിൽ ഈ ഉപകരണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഗൃഹോപകരണങ്ങൾ വിതരണം ചെയ്തത് പലർക്കും കിട്ടിയിട്ടുണ്ട്. പിന്നീട് വൻ തുകയിലേക്ക് പോയതോടുകൂടിയാണ് ഇത് ലഭ്യമാകാതെ പോയത്. 6 മുതൽ 8 മാസം വരെ 2,500 പരാതി എന്നൊക്കെ പറയുമ്പോൾ എത്ര പരാതിയാണ്? അപ്പോൾ എന്ത് വ്യാപകം! ഇപ്പോൾ ഇത് കണ്ണൂർ മാത്രമല്ലല്ലോ, ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും ഈ പരാതികളുടെ എണ്ണക്കണക്ക് നൂറ്റിക്കണക്കിനായി കൂടുകയാണ്. അപ്പോൾ എത്രമാത്രം വ്യാപകമാണ്, എത്രമാത്രം വിശാലമായ തട്ടിപ്പായിരുന്നു അത് എന്ന് ഓരോ മണിക്കൂർ കഴിയുന്നതോറും കേരളത്തിന് വെളിപ്പെട്ട് വരികയാണ്. സജോ, ഇത് ചെറിയ കളിയല്ല കേട്ടോ. അതായത് ഈ അനന്തകൃഷ്ണൻ്റെ ഒരു അക്കൗണ്ടിൽ മാത്രം 400 കോടി വന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ തന്നെ പോലീസ് പറയുന്നത് ഇത് കിട്ടിയ പരാതികളിൽ, അതായത് എഫ്ഐആർ ഇട്ട പരാതികളുടെ കണക്ക് വെച്ച് ഏകദേശം കണക്കെടുക്കുമ്പോഴാണ് കണ്ണൂരിൽ മാത്രം 15 കോടി. അത് സ്കൂട്ടറിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ലാപ്ടോപ്പുകളുടെ കാര്യത്തിലുണ്ട്, തയ്യൽ മെഷീൻ, മറ്റ് ഗൃഹോപകരണങ്ങൾ അങ്ങനെയുണ്ട്. അതിൽ തന്നെ ചെറിയ തുക നഷ്ടമായവർ പലരും പരാതിയുമായി വന്നിട്ടില്ല. അത്തരം പരാതികൾ കൂടി ഇത് വ്യാപകമായി ആളുകളിലേക്ക് എത്തുകയും കഴിഞ്ഞ ദിവസം മയ്യിൽ പോലീസ് സ്റ്റേഷനിൽ 350 വനിതകളാണ് പരാതിയുമായി ഒരേ സമയം എത്തിയത്. പോലീസിനത് ബാഹുല്യം കണ്ട് ഞെട്ടി. വളപട്ടണം സ്റ്റേഷനിൽ 400 പേർ വന്നു. കണ്ണൂർ ടൗൺ സ്റ്റേഷനിലും ഏതാണ്ട് 100-ലധികം ആളുകൾ വന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും ഇത്തരം ആളുകൾ വ്യാപകമായി പരാതിയുമായി എത്തണം. അത്രയും വിപുലമായ നെറ്റ്വർക്ക് ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. വിവിധ സന്നദ്ധ സംഘടനകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, അവിടെയുള്ള ഔദ്യോഗിക സംവിധാനങ്ങളെ അടക്കം ഇവർ ദുരുപയോഗപ്പെടുത്തി. അങ്ങനെ വ്യാപകമായി ഇത് സർക്കാർ പ്രോജക്റ്റ് അല്ലെങ്കിൽ സർക്കാർ സഹായം കിട്ടുന്ന പദ്ധതിയാണ്. അതിൽ വൻകിട കമ്പനികളുടെ CSR ഫണ്ട് വരും. അപ്പോൾ ഇത് ലഭ്യമാകും എന്നൊക്കെ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഈ കാണുന്നത് പോലെ സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ച് ഈ ആളുകളുടെ വിശ്വാസം ആർജിച്ച് ഇത്ര വ്യാപകമായ തട്ടിപ്പ് നടത്തിയതും. കാശ്മീർ സജോ ദേവസ്യാണ് കണ്ണൂരിലെ വിവരങ്ങൾ നൽകിയത്. ഇവിടെ ബണ്ണി പറയുകയാണ്, ഹാഷ്മിയും SKNനും ഞാനും ഒഴിച്ച് കേരളത്തിൽ തട്ടിപ്പിനിരയായെന്ന് തോന്നുന്നു എല്ലാവരും. കഷ്ടം എന്ന് പറയുകയാണ്. അത്രയൊന്നും ഇല്ലെങ്കിൽ കൂടി വ്യാപകമായ തട്ടിപ്പാണ് എന്ന് പറയാം.